കെയേഴ്സ് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഒറ്റ ഒരാൾ മാത്രമേ അടുത്ത കാലത്ത് അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഉറപ്പിക്കാം. ഇയാൾ അവഗണിച്ചതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞ ഭീഷണിയോ അതായത് നിങ്ങളെ കരിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഇത് പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ ഈ നേതാവ് എന്താ പറഞ്ഞു? എവിടെ വേണമെങ്കിലും പോയി പറഞ്ഞു, ആരോട് വേണമെങ്കിലും പോയി പറയും ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പറയുന്ന ഒരാളെ നിങ്ങൾ സംരക്ഷിച്ചെടുത്തുമ്പോൾ അല്ല ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ അങ്ങനെ സംരക്ഷിക്കുന്ന തോന്നുന്നില്ല അവരെ. ഇപ്പൊ ഇങ്ങനെ ഇത്രയും ഞാനിപ്പോ ഇത്രയും പറഞ്ഞത് തന്നെ പ്രശ്നമായി തോന്നുന്നതിലാണല്ലോ ഇത്. കാരണം ഞാൻ വീണ്ടും സമ്മർദ്ദത്തിലാവും. സംഘടനയെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അഭിനന്ദിക്കുന്നു. കാരണം ഒരു രാഷ്ട്രീയക്കാരനെതിരെ ഒരു ജനപ്രതിനിധി തയ്യാറായി എന്നുള്ളത് അഭിനന്ദിക്കുന്നു. പക്ഷേ ഈ പറച്ചിലൂടെയും പലരും രക്ഷപ്പെടുകയാണ്. അത് മാത്രമാണ് ഈ ജനപ്രതിനിധിയുടെ പേര് പറയുന്നില്ല, പ്രസ്ഥാനം പറയുന്നില്ല, ഈ പലതരത്തിലുള്ള അതിന് ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നമ്മൾ ആലോചിക്കും. നിങ്ങൾ പേര് പറഞ്ഞ് മുന്നോട്ട് വന്നാൽ കൂടുതൽ സംഘടനയെ മാറ്റി നിർത്തണമെങ്കിൽ, ജനപ്രതിനിധികൾ മാറ്റി നിർത്തണമെങ്കിൽ താങ്കളുടെ പ്രതികരണമല്ലേ സുതാര്യമായി മാറേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇത്തരത്തിലാണെങ്കിൽ അത് നമ്മൾ ആലോചിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ, നമ്മൾ ആലോചിക്കുക എന്താന്നുള്ളത്. ഇതിപ്പോൾ പല നേതാക്കന്മാരും പിതൃതുല്യനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരോടൊക്കെ ഈ പ്രശ്നം ഉന്നയിക്കുകയും ചെയ്തു. അവരിൽ നിന്നുള്ള മറുപടി കേട്ടിട്ട് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി, ഉറപ്പിച്ചു.